ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് രണ്ട് കോൺസെപ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ, പണപ്പെരുപ്പവും പണക്കമ്മിയും. ഇത് ചിലപ്പോഴൊക്കെ എസ്സേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, ഇതിൻ്റെ റീസൺസ് എന്താണ്, എന്തെങ്ങനെയാണ് അതിൻ്റെ പലതരത്തിലുള്ള ടൈപ്സ് എന്താണ്, എങ്ങനെയാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇത്രയും കാര്യങ്ങൾ അതിൽ ഗവൺമെൻറ് മെഷേഴ്സ് ടു കൺട്രോൾ ദി ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എസ്സേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്താണ് ഇൻഫ്ലേഷൻ, അതുപോലെ എന്താണ് ഡിഫ്ലേഷൻ, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിൽ, എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എസ്സേ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, ഒരു ഇക്കോണമിയിൽ നമുക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ, ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നേടണമെങ്കിൽ നമുക്ക് പ്രൈസ് സ്റ്റെബിലിറ്റി വേണം. ഈ പ്രൈസ് സ്റ്റെബിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയാം. പ്രൈസ് കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ മണി ഇക്കോണമിയിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഇൻഫ്ലേഷൻ എന്നും, മണിയുടെ എമൗണ്ട് കുറയുമ്പോൾ നമ്മൾ അതിനെ ഡിഫ്ലേഷൻ എന്നും പറയും. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതെന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിനോമിനൻ ഓഫ് പെർസിസ്റ്റൻറ്റ് ഇൻക്രീസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ. അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് പെർസിസ്റ്റൻറ്റ് ഇൻക്രീസ്. ഒരു സ്മോൾ ഇൻക്രീസിനെയല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ദെൻ ഇൻഫ്ലേഷൻ ഡിക്രീസസ് ദ വാല്യൂ ഓഫ് മണി. അതായത് കൂടുതൽ പ്രൈസ് ഉണ്ടാകുമ്പോൾ, മണി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ ഓഫ് മണി കുറയും. അതിന് നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങളും സേവനങ്ങളും കുറവായിരിക്കും. പണ്ട് ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ 500 രൂപയ്ക്ക് നമ്മൾക്ക് വലിയ വിലയില്ല എന്ന് നമ്മൾ പറയും. കാരണം അവിടെ കുറേ മണി ഇക്കോണമിയിൽ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം അതിന് വാല്യൂ കുറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഈ വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ, നമ്മൾ നേരത്തെ 100 രൂപയ്ക്ക് കുറേ സാധനം വാങ്ങിക്കുമെങ്കിൽ ഇപ്പോൾ 100 രൂപയ്ക്ക് അധികം സാധനമൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് നമ്മുടെ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ വിൽ ബി ഡിക്രീസ്. ദാറ്റ് ഈസ് persistent high food and non-food inflation reduces the purchasing power of the people and it makes imbalances in the family budget or the common man. അതായത് നമ്മൾ ഇൻഫ്ലേഷൻ വരുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് നേരത്തെ കുറേ സാധനം വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് സാധനം മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ അത് എഫക്റ്റ് ചെയ്യും, ഇൻഫ്ലേഷൻ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൽ ഇതായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് essential features of inflation എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവൽ ഈസ് കണ്ടിന്യൂസ്ലി റൈസിങ്. കണ്ടിന്യൂസ് റൈസ് ഇൻ പ്രൈസ് ലെവൽ ഉണ്ടാകും. സെക്കൻഡ് വൺ, ദ വാല്യൂ ഓഫ് മണി ഈസ് ഡിക്ലൈനിങ്. ഇതാണ് ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ദെൻ ഓർ വി ക്യാൻ സേ ഇൻഫ്ലേഷൻ ഓക്കേഴ്സ് വെൻ മണി ബൈസ് ലെസ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ വാല്യൂ ഓഫ് മണി കുറയും, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ എമൗണ്ടും സാധനങ്ങളും കുറവായിരിക്കും, അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, എമൗണ്ട് കുറവായിരിക്കും. അതായത് ഇൻഫ്ലേഷൻ ഓക്കേഴ്സ് വെൻ മണി ബൈ ലെസ്. അതിന് ഇനി നമ്മൾക്ക് കണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ഇൻഫ്ലേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, കോൾബേൺ ഡിഫൈൻസ് ഇൻഫ്ലേഷൻ as too much money chasing too few goods. അതായത് കൂടുതൽ മണി കുറച്ച് സാധനങ്ങളുടെ പുറകെ ആണ്, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കോൾബേർട്സൺ ഡിഫൈൻ ചെയ്യുന്നത്. ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. അത് ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്തുടരുക, അല്ലെങ്കിൽ അത് കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ സെക്കൻഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഗോഡ്ഫ്രീ ക്രൗതറിൻ്റെയാണ്. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് മണി ഈസ് ഫോളിങ്, ദറ്റ് ഈസ് പ്രൈസസ് ആർ റൈസിങ്. വാല്യൂ ഓഫ് മണി ഫോൾ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ക്രൗതറിൻ്റെ ഡെഫിനേഷൻ. തേർഡ്, കെയ്ൻസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. True inflation occurs when aggregate demand exceeds aggregate supply at full employment. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്സീഡ്സ് അഗ്രിഗേറ്റ് സപ്ലൈ, നമ്മുടെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ആണ് നമ്മുടെ ട്രൂ ഇൻഫ്ലേഷൻ ഒക്കർ ചെയ്യുക എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ ഡെഫിനേഷൻ. മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഡെഫിനേഷനാണ് ഇൻഫ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എ സ്റ്റഡി ആൻഡ് സസ്റ്റെയിൻഡ് റൈസ് ഇൻ പ്രൈസ്. സ്റ്റഡി ആൻഡ് സസ്റ്റെയിൻ റൈസ് ഇൻ പ്രൈസ് ലെവൽ ആണ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഡെഫിനേഷൻ. അതുപോലെ ഗാർട്ട്നർ ആക്ലിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഈസ് എ പെർസിസ്റ്റൻറ്റ് ആൻഡ് അപ്രീഷ്യബിൾ റൈസ് ഇൻ പ്രൈസ് ലെവൽ ഓർ ആവറേജ് പ്രൈസ് ലെവൽ. ഇതെല്ലാം മോറുള്ള സെയിം ആണ്. ഇവരെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പെർസിസ്റ്റൻറ്റ് റൈസ് ഇൻ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി ഫോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഗാരി ജെ ജോൺസന്റെ ഡെഫിനേഷൻ
he defines inflation as a sustained rise in prices. എല്ലാ ഡെഫിനേഷനും ഏകദേശം റൈസ് ഇൻ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് മണി ഫോളോ ചെയ്യുന്ന ഒരു മീനിങ്ങിലാണ് എടുത്തിരിക്കുന്നത്. ദെൻ നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അത്ര ഈ ഒരു ഇക്കോണമിയിലും നല്ലതല്ല. വാല്യൂ ഓഫ് മണി കുറയും, നമുക്ക് കുറച്ച് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യും, നമുക്ക് പർച്ചേസിങ് പവർ കുറയുക എന്നുള്ളതൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളതാണ് നമ്മളിതിൽ ഓർത്തിരിക്കുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. നമുക്ക് പലതരത്തിൽ ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡാണ്. രണ്ടാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് കോസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ അതിൽ ഫസ്റ്റ് വൺ ഓൺ ദി ബേസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഒരു വെരി സ്ലോ ആയിട്ടാണ് ഇഫ് ദി റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് സ്ലോ ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. That is sustained rise in prices of annual increase of less than 3% per annum is characterized. അതായത് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇൻക്രീസിൻ്റെ തോത് എന്ന് പറയുന്നത് 3% ലെസ് ദാൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. അതായത് എഴിഞ്ഞു നീങ്ങുക നമ്മൾ പറയില്ലേ. ദാറ്റ് ഈസ് വെരി സ്ലോ ആയിട്ട് ഉള്ള റൈസ് ഇൻ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫ്ലേഷനാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. പിന്നെ കുറച്ചും കൂടി സ്പീഡ് കൂടുമ്പോൾ അതിനെ വാക്കിംഗ് അല്ലെങ്കിൽ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൈസ് ലെവലിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് ഇൻ പ്രൈസിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് 3 to 7% per annum വരികയാണെങ്കിൽ, ബട്ട് ലെസ് ദാൻ 10 വരികയാണെങ്കിൽ ദിസ് എ വാക്കിംഗ് ഇൻഫ്ലേഷൻ. തേർഡ് വൺ ഈസ് ദ റണ്ണിങ് ഇൻഫ്ലേഷൻ. 10 to 20% per annum പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് മിഡിൽ ക്ലാസ്സിനെയും ഫാമിലിനെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. Next one is galloping inflation. 20 to 100% per annum increase ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1970s 80s ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് സച്ച് ആസ് ചിലി, ബ്രസീൽ, അർജൻറ്റീന ഇവരൊക്കെ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ 50 to 700% വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ജമ്പിങ് ഇൻഫ്ലേഷൻ, ഹോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ കുതിച്ചു ചാട്ടം എന്നുള്ള ആ ഒരു ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ വെൻ പ്രൈസസ് റൈസസ് വെരി ഫാസ്റ്റ് അറ്റ് എ ട്രിപ്പിൾ digit or more per annum, it is called a hyperinflation or runaway inflation. ഇതാണ് ഏറ്റവും പീക്കായിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ഇൻഫ്ലേഷൻ ഹാപ്പൻഡ് അറ്റ് ജർമ്മനി ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ. ബൊളീവിയൻ ഇൻഫ്ലേഷൻ 1985. അതായത് ഇവിടെ ഏകദേശം 24,000% per annum അവിടെ അന്ന് ബൊളീവിയനിൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന സിറ്റുവേഷൻ. യുഗോസ്ലാവിയയിലെ ഇൻഫ്ലേഷൻ 1993 20% per day. സിംബാബ്വേയിൽ 2008 ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. ദറ്റ് ഈസ് forced to replace her domestic currency, that is Zimbabwean dollar, with foreign currency. This type of inflation quickly leads to a കംപ്ലീറ്റ് ലോസ് ഓഫ് കോൺഫിഡൻസ് ആണ് ഡൊമസ്റ്റിക് കറൻസി. നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയിലുള്ള കോൺഫിഡൻസ് തന്നെ ആൾക്കാർക്ക്, കാരണം അത് കൈലണ്ടായിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു ലെവലിലേക്ക് എത്താണ് നമ്മളുടെ എന്തിലേക്ക് എത്തുമ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഗാലപ്പിംഗ് എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾക്ക് ഇൻഫ്ലേഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ക്രീപ്പിംഗ് അതായത് എഴിഞ്ഞു നീങ്ങുന്നത് ഇവിടെ 3% ലെസ്സിലായിരിക്കും. വാക്കിംഗ് 3 to 7% ആണ് ഇൻക്രീസ് ഇൻ പ്രൈസ് എങ്കിൽ അതിനെ വാക്കിംഗ് എന്ന് പറയും. കുറച്ചും കൂടി സ്പീഡ് കൂടുമ്പോൾ റണ്ണിങ് എന്ന് പറയുന്നത് 10 to 20% ആണ്. കുറച്ചും കൂടി സ്പീഡ് കൂടിയ 20 to 100 വരെ വരികയാണെങ്കിൽ അത് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. അതിലും സ്പീഡ് കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇവിടെ 3 digit എബോവ് ആയിരിക്കും ഇതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ലെവൽ ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിലുള്ളത്. Then second type of classification is on the basis of the causes, that is demand pull inflation, cost pull inflation. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും വരുന്നത്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് in a market there is interaction between the flow of money and flow of goods and services. When more money chases relatively less quantity of goods and services, the excess demand relative to excess supply push the price of the goods and services. Such inflation as a result of increase in money expenditure is called demand pull inflation. That is, in other words, when the demand for goods and services is more than the supply, their price rises. Such price rise is called the demand pull inflation. ഇവിടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സപ്ലൈ ഓഫ്
പിന്നെ കഴിഞ്ഞു നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സപ്ലൈ കുറവും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ എമൗണ്ടും ക്വാണ്ടിറ്റി അതൊക്കെ കുറയും. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. സെക്കൻഡ് ടൈപ്പ് ഈസ് ദി കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഇഫ് ദി ഇൻക്രീസ് ഇൻ പ്രൈസ് ഇസ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് ദി കോസ്റ്റ് പുഷ്. If the cost push inflation is observed in case of essential input, it will lead to runaway inflation. അതായത് ഡിമാൻഡ് ഫാക്ടർ കൊണ്ട് ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ റൈസ് ഇൻ പ്രൈസിനെ നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിലുണ്ടാവുന്ന ഇൻക്രീസ് കാരണം, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അതിനെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇനി വേജ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലാവാം. വേജ് ആവാം, റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിനാണ്. ഇതിന് വേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ നമ്മൾ വേജ് സ്പൈറൽ അല്ലെങ്കിൽ വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്നാണ് പറയാം. ദെൻ പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ. പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ക്യാൻ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഓൾസോ. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള ഇൻഫ്ലേഷനാണ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. ബിൽറ്റ് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ. വെൻ ഇൻഫ്ലേഷൻ ഈസ് ഡ്യൂ ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഫാക്ടേഴ്സ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഹൈബ്രിഡ് കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് പുൾ ആൻഡ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു മാഗ്നിറ്റ്യൂഡ്. സെക്കൻഡ് വൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ്, അതായത് ഓൺ ദി ബേസ് ഓഫ് ദി കോസ്റ്റ്. ഡിമാൻഡ് ഫാക്ടറിലുള്ള ഇൻക്രീസ് ആണോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിലുള്ള ഇൻക്രീസ് ആണോ എന്നുള്ളതിനനുസരിച്ച് ഡിമാൻഡ് പുൾ ആൻഡ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഡിമാൻഡ് പുൾ എന്നും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അത് നമുക്ക് 3 തരത്തിൽ പറയാം. വേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവാം, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മിക്സ് ഉണ്ടാവാം. ഇത്രയാണ് ഇതിൽ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ റിജിഡിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. ഇത് ഡെവലപ്പിംഗ് ഇക്കോണമീസ് ആണ് മെയിനായിട്ട് കാണുക. അതായത് അഗ്രികൾച്ചർ ബോട്ടിൽ നെക്സ് വിച്ച് പ്രിവെൻറ്റ്സ് മാക്സിമൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഇൻക്രീസ് ഇൻ ദി പ്രൈസ്. മാക്സിമൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദി പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻ. അതിനെ അഗ്രികൾച്ചർ ബോട്ടിൽ നെക്സ് എന്ന് പറയാം. ഗവൺമെൻറ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. ദി ഗവൺമെൻറ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഫോളോ ചെയ്യേണ്ടി വരും. ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത് ടു മച്ച് ഓഫ് പ്രിൻറ്റിംഗ് ഓഫ് കറൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിൽ വരും. ഡെഫിസിറ്റിന് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ലോൺ എടുക്കുന്ന സിറ്റുവേഷനിൽ അതും സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ വരാം. ഫോറിൻ എക്സ്ചേഞ്ച് കൺസ്ട്രെയിൻസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഈക്വിലിബ്രിയത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ ഡിവാലുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇത് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ റിജിഡിറ്റീസ് കൊണ്ട്, അഗ്രികൾച്ചർ ബോട്ടിൽ നെക്സ് കൊണ്ടുണ്ടാകുന്ന പ്രൈസ് ഇൻക്രീസ്, അത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും അതുവഴി ഉണ്ടാകുന്ന ബഡ്ജറ്റ് ഫൈനാൻസിങ്, ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിലും കൊണ്ട് ഉണ്ടാകുന്ന പണപ്പെരുപ്പം, ഫോറിൻ എക്സ്ചേഞ്ച് കൺസ്ട്രെയിൻസിലും അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രോബ്ലംസ്, അതുപോലെ ഡിവാലുവേഷൻ ഓഫ് കറൻസി, ഇങ്ങനെ വരുന്നതിനെയൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ഓൺ ദി ബേസ് ഓഫ് ദി കവറേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച്. കോംപ്രിഹെൻസീവ് ഇൻഫ്ലേഷൻ വെൻ പ്രൈസ് ഓഫ് ഓൾ കമ്മോഡിറ്റി റൈസസ് ഇൻ ദി ഇക്കോണമി. ഇതിനെയാണ് കോംപ്രിഹെൻസീവായിട്ട് വിശാലമായിട്ടുള്ള ഒരർത്ഥത്തിൽ വൈഡ് ഇൻഫ്ലേഷൻ എന്നും നമ്മൾ കോംപ്രിഹെൻസീവ് ഇൻഫ്ലേഷനെ പറയും. സെക്കൻഡ് വൺ ഈസ് സ്പൊറാഡിക് ഇൻഫ്ലേഷൻ വെൻ പ്രൈസ് ഓൺലി ഫ്യൂ കമ്മോഡിറ്റീസ് ഇൻ എ ഫ്യൂ റീജിയൻ റൈസസ് ഇറ്റ് ഈസ് നോൺ എസ് സ്പൊറാഡിക് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് ഇത് ആദ്യത്തേത് കോംപ്രിഹെൻസീവ്, വൈഡ് കവറേജ് എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കും. സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ കുറച്ച് സാധനങ്ങളുടെ കുറച്ച് മേഖലയിൽ മാത്രമാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന്, അതിനെ സ്പൊറാഡിക് ഇൻഫ്ലേഷൻ എന്ന് പറയും. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദി ബേസ് ഓഫ് ദി ഗവൺമെൻറ് റിയാക്ഷൻ, ഡിഗ്രി ഓഫ് കൺട്രോൾ. ഗവൺമെൻറ് റിയാക്ഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിനനുസരിച്ച് നമ്മൾ ഇതിനെ ഓപ്പൺ ഇൻഫ്ലേഷൻ എന്നും സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്നും പറയും. ദെൻ
ഗവൺമെൻറ് വളരെ കാര്യമായിട്ടൊന്നും ഒരു ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് ഓപ്പൺ ഇൻഫ്ലേഷൻ. ദാറ്റ് ഈസ് വെൻ ഗവൺമെൻറ് ഡസൻറ്റ് അറ്റംപ്റ്റ് ടു റെസ്ട്രിക്റ്റ് ദ ഇൻഫ്ലേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ ഇൻഫ്ലേഷൻ. ഇൻ എ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി where prices are allowed to take its own course, the open inflation occurs. Then suppressed inflation എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറി. when the government prevents price rises through the price control, rationing etc. it is known as. അത് ഗവൺമെൻറ് സപ്രസ് ചെയ്യുകയാണെങ്കിൽ, കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സപ്രസ്ഡ് ഇൻഫ്ലേഷൻ. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ അതാണ് നമ്മൾ എന്താ പറയുക ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് പറയുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തേത് നമ്മൾ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തേത് കോസ്റ്റിനനുസരിച്ച് ഡിമാൻഡ് പുൾ, കോസ്റ്റ് പുഷ്, മൂന്നാമത്തെ സ്ട്രക്ചറൽ റിജിഡിറ്റി കൊണ്ട് അഗ്രികൾച്ചർ ബോട്ടിൽ നെക്സ് കൊണ്ടുണ്ടാകുന്ന പ്രൈസ് ഇൻക്രീസ്. അതുപോലെ ഗവൺമെൻറ് ബഡ്ജറ്റിൽ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടാകുമ്പോൾ, ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ പൈസ ലോൺ എടുക്കുക, അങ്ങനെ ഉണ്ടാകുന്നതിന് നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ആയിട്ടുള്ള റീസൺസ് കൊണ്ടും സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച്. അതിൽ ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് കവറേജിനനുസരിച്ച്, അതിൻ്റെ പേര് കോംപ്രിഹെൻസീവ് എന്നും സ്പൊറാഡിക് എന്നും. ദെൻ ഫിഫ്ത്ത് കാറ്റഗറിയാണ് ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷൻ. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ഓപ്പൺ എന്നും, ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇനി എന്താണ് ഈ കോർ ഇൻഫ്ലേഷൻ എന്നും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നും നമുക്ക് നോക്കാം. അതായത് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻക്ലൂഷൻ ഓർ എക്സ്ക്ലൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വെൽ കാൽക്കുലേറ്റിംഗ് ദി ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ചില ഗുഡ്സ് ആൻഡ് സർവീസിനെ ഇൻക്ലൂഡ് ചെയ്യും, ചിലതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ എന്ന് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇവിടെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയാൻ ഷോസ് പ്രൈസ് റൈസ് ഇൻ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ക്ലൂഡിങ് എനർജി ആൻഡ് ഫുഡ് ആർട്ടിക്കിൾ. അത് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഫുഡ് ആർട്ടിക്കിളിൻ്റെയും എനർജിയുടെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രൈസ് റൈസിനെയാണ്, അതർ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് റൈസിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് റൈസ് ഓഫ് ഇൻ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിങ് എനർജി ആൻഡ് ഫുഡ് ആർട്ടിക്കിൾ. എനർജിയും ഫുഡ് ആർട്ടിക്കിളിൻ്റെയും എല്ലാ കമ്മോഡിറ്റീസിൻ്റെയും പ്രൈസ് റൈസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് അടുത്തൊരു ടേം എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ഓഫ് കോസ്റ്റ്ലി ഐറ്റം ലീഡ്സ് ടു പെർസിസ്റ്റൻറ്റ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഡൊമസ്റ്റിക്കലി. The hike in the global price of fuel leads to inflation in India. അതായത് നമ്മൾ സാധനങ്ങൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഇൻക്രീസ് ഇൻ പ്രൈസിനെയാണ് നമ്മൾ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഇക്കോണമിയിൽ നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുക എന്നുള്ളത് നോക്കുക. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് measures are used for the measurement of inflation. First one, wholesale price index WPI, that is calculated by Ministry of Industry. രണ്ടാമത്തേത് consumer price index of industrial workers CPI IW, consumer price index of agricultural laborers, consumer price index of rural workers, consumer price index of urban non-manual employees calculated by CSO, Central Statistical Organization. 2 മുതൽ 4 വരെയുള്ളത് കാൽക്കുലേറ്റഡ് ബൈ ലേബർ ബ്യൂറോ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ലേബർ. ആദ്യത്തേത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, ലാസ്റ്റത്തേത് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിക്കൽ. രണ്ടും അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് അഗ്രികൾച്ചർ വർക്കേഴ്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് റൂറൽ വർക്കേഴ്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ അല്ലെങ്കിൽ ലേബർ ബ്യൂറോ ആണ്. India, earlier inflation in India was calculated on the basis of wholesale price index. Currently, inflation is measured on the basis of the consumer price index and wholesale price index, and now more weightage is given to the consumer price index. Then എന്താണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രൈസ് ഇൻഡെക്സ് വിച്ച് മെഷേഴ്സ് ഇൻക്രീസ് ഇൻ പ്രൈസസ്. ഇതിലെന്താണ്, ഇറ്റ് ട്രാക്സ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ഹോൾസെയിലർ ടു ദി പ്രൊഡ്യൂസർ ഫോർ എ ലാർജ് ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ്. അതായത് ഹോൾസെയിലർ പ്രൊഡ്യൂസറിന് കൊടുക്കുന്ന ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് എന്നുള്ള അതിൽ കാൽക്കുലേറ്റ്, ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റീസ് എക്സെട്ര. ഇന്ത്യ ചേഞ്ച്ഡ് ദ ബേസ് year of calculating WPI based on inflation from 1993, 94 to 2004 and 5. At present, 676 commodities are covered under the wholesale price index instead of 435. ഇപ്പോൾ 676 കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ്
used for micro level policy making. It measures the inflation rate at the retail level. That is, it tracks the price actually paid by the consumer to the retailer. Consumer retailers കൊടുക്കുന്ന പ്രൈസ് എത്രയാണോ അതിൻ്റെ ബേസിൽ നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുക. ഹോൾസെയിലർ ടു ദി പ്രൊഡ്യൂസറിന് കൊടുക്കുന്ന പ്രൈസിൻ്റെ അനുസരിച്ച് നമ്മൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി കോസസ് ഓഫ് ഇൻഫ്ലേഷൻ.